യുവാക്കൾ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരാണ്. അപ്പോൾ അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ഈ സിനിമയുടെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ യുവാക്കൾ എന്ന സിനിമയുടെ ഡയറക്ടർ ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, നായകനുണ്ട്. നമുക്ക് ആദ്യം ഡയറക്ടറിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്? ആരൊക്കെയാ? ഇവരെയാണോ? അല്ല, സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. സ്വയം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മനോഹരനാണ്. ഞാൻ മനോഹർ പെരുമ്പാവൂർ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവി ചെയ്യണത്, യുവാക്കൾ. അതിൻ്റെ ലാസ്റ്റ് ഷൂട്ടാണെന്ന്. അപ്പോൾ അതിൽ വിളിച്ച എല്ലാവരും വന്ന് സഹകരിച്ച്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അഭിനയിച്ച എല്ലാവരുമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച്, സാമ്പത്തികമായിട്ടും എല്ലാത്തിനും. ഇനിയിപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞാൽ ഇനി എൻ്റെ എഡിറ്റിങ്ങും ഇന്ന് ലാസ്റ്റ് ഷൂട്ട്, എഡിറ്റിങ്ങും ഡബ്ബിങ്ങും അതൊക്കെ തീർന്ന പടം ഞങ്ങൾ എങ്ങനെയും ഓണത്തിന് റിലീസാക്കാനുള്ള പ്ലാനാണ്. പിന്നെ എന്താ പറയുക, എല്ലാവരും നല്ല സഹകരണമായിരുന്നു. കാരണം ഇതൊരു സിനിമ റിലീസായി കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പുണ്ട് ഇതിൽ അഭിനയിച്ചവർ എങ്ങനെയും റീച്ച് ആവുന്നുള്ളൂ. അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. എൻ്റെ പേര് വിനോദ് എന്നാണ്. സ്വദേശം മൂവാറ്റുപുഴയാണ്. ഞാൻ ഇതിനകത്ത് ശരിക്കും നായകനല്ല, വില്ലനാണ് കേട്ടോ. വില്ലൻ എന്ന് പറഞ്ഞാൽ വില്ലന്മാരിൽ വില്ലൻ. അതെ, വില്ലന്മാരിലെ പ്രധാനപ്പെട്ട വില്ലന്മാരിൽ ഒരാളാണ്. 2-3 വില്ലന്മാരാണ് ഇപ്പം ഇതിനകത്ത് പ്രബലമായിട്ട് നിൽക്കുന്നത്. അതിൽ ഒരു വില്ലൻ ക്യാരക്ടറാണ്. നായകൻ എന്ന് പറയുമ്പോൾ നായകനായിട്ട് തന്നെ കൂട്ടാം, പക്ഷേ നായകന് വേറെ ഉള്ളതുകൊണ്ട് വില്ലന്മാർക്ക് അതിലിപ്പോൾ വേഷം കൂടുതലും ശരിക്കും വില്ലന്മാർക്കാണ് ഈ സിനിമയിൽ. പക്ഷേ നായകന്മാർ വേറെ ഉള്ളതുകൊണ്ട് നമ്മൾ നായകനാന്ന് പറയുമ്പോൾ അവർക്കൊരു മാനസിക ബുദ്ധിമുട്ട് കൊണ്ടാണ് വിചാരിച്ച് പറഞ്ഞത്. ഞാൻ കുറേ മണിമാഷായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചില ഷോർട്ട് മൂവികളൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏഷ്യാനെറ്റിൽ സിനിമാല എന്ന പ്രോഗ്രാം 2-3 വർഷം ഉണ്ടായിരുന്നു. 2009, 10, 11, 3 വർഷം സിനിമാലയിലുണ്ടായിരുന്നു. ഞാൻ സിനിമാലിൽ നിന്ന് പോയിപ്പോൾ അങ്ങനെ പിന്നെ അടുത്ത് തുടങ്ങി ബഡായി ബംഗ്ലാവിലെ. അപ്പോൾ പയ്യൻ നമ്മുടെ അടുത്ത് പിന്മാറിയായിരുന്നു. അഭിനയം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഷോർട്ട് മൂവീസ് ചെയ്തിട്ടുണ്ട്. ഒരു പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയും ചെയ്തിട്ടുണ്ട്, വേറൊരു സിനിമ ഡാഡി കൂടുന്ന പേരിൽ. അത് ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ അത് ഇറങ്ങുമെന്ന് പറയാനും പാടില്ല കേട്ടോ. ഞാൻ തന്നെയായിരുന്നു ലീഡ് റോള്. ഞാനായിരുന്നു. അത് തിയേറ്റർ മൂവിയാണ്, പക്ഷേ അത് തൽക്കാലം പെൻഡിങ് ഇരിക്കുക. ഡയറക്ടർ പയസ് എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകനാണ്. പ്രൊഡ്യൂസർ ലണ്ടനിലുള്ള ഒരാളായിരുന്നു. ഷൂട്ടെല്ലാം കഴിഞ്ഞ് എല്ലാം എഡിറ്റിംഗ് ഡബിങ് എല്ലാം കഴിഞ്ഞ് സെൻസറിങ് കൂടെ ബാക്കിയുള്ളൂ. അങ്ങനെ പഠിക്കാതിരിക്കുക. ആള് പ്രൊഡ്യൂസർ ലണ്ടനിലായതുകൊണ്ട് അദ്ദേഹം വന്നം. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ നീക്കണമെങ്കിൽ അങ്ങനെ നിൽക്കുക. ഇത് നമ്മുടെ മൂവി അസിസ്റ്റന്റ് ഡയറക്ടർ സുകന്യ. എൻ്റെ പേര് സുകന്യ എന്നാണ്. വീട് തൃശ്ശൂർ കുന്നുകുളത്താണ്. ഇപ്പോൾ ഇതിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആണ്. എങ്കിൽ കൂടി ഞാൻ ഇതിലൊരു ആക്ട്രസും കൂടിയാണ്. ഞാൻ ആദ്യം ഇതിലെ ആക്ട്രസ് ആയിട്ടാണ് വന്ന് എൻ്റെ സീനൊക്കെ കഴിഞ്ഞ് പോയതാണ്. പിന്നെ ഇതിലുള്ളവരെല്ലാവരും പരിചയപ്പെട്ടു. പിന്നെ നമ്മുടെ ഈ വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തോന്നി. അപ്പോൾ ഒരു നല്ലൊരു മനുമാഷിനെ സപ്പോർട്ടായിട്ടുള്ള ഒരാൾ ഇല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ സ്വയം ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് ഇതേപോലെ അത്രയും കാര്യമാക്കിയില്ല. പക്ഷെ എനിക്ക് തോന്നി ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആൾക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ വേണമെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അതങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. ശരിക്കും ഇതിനകത്ത് ഇത് ശരിക്കും നമ്മുടെ ഡയറക്ടർ സാറ് പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയുടെ വർക്കാണ്. ഇതിനകത്ത് കുറച്ച് അഭിനയ മോഹമുള്ള കുറച്ച് ആളുകളും ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചെറുപ്പക്കാരും കൂടി കൂട്ടായ്മയുടെ വിധത്തിൽ ഉണ്ടായതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് ഈ സിനിമയിലുണ്ട്. അതായത് യുവാക്കൾ എന്ന പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ യുവാക്കളാണല്ലോ ഇതിൻ്റെ മെയിൻ നായകന്മാർ. അപ്പോൾ യുവാക്കൾക്ക് ഈ കാലത്ത് യുവാക്കൾ എങ്ങനെ ആയിരിക്കണം, ഇപ്പം കംപ്ലീറ്റ് MDMA കഞ്ചാവും മയക്കുമരുന്നുകൾ അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അതാണ് അതെ. അപ്പം അതിനെതിരെ ഉള്ള യുവാക്കളും ഇവിടെ നാട്ടിൽ വളരണം അല്ലെങ്കിൽ വന്നം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രമേയം കൂടിയാണ് ഈ സിനിമ കേട്ടോ. അപ്പൊ ഈ ഒരു എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് 2-3 ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നാടകങ്ങളായിരുന്നു മുമ്പ് ചെയ്തോണ്ടിരുന്നത്. പിന്നീട് എങ്ങനെയാണ് ഈ സിനിമയിൽ? ഞാൻ ആദ്യം നാടകം ചെയ്തതിൽ ആദ്യത്തെ നായകൻ ഈ ഇരിക്കുന്ന ആളാണ്. അപ്പൊ ആ നാടകം ഒരു 20 സ്റ്റേജുകളും കയറിയുണ്ട്. അതിൽ നായകൻ ഞാനായിരുന്നു. നായകൻ ഈ ഇരിക്കുന്ന ആളാണ്. അതെനിക്ക് ഒരുപാട് സന്തോഷമാണ്. അവിടെ നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതിലൊരു 4-5 ഷോർട്ട് ഫിലിം ചെയ്ത് അതിലേക്ക് നായകൻ ഈ പറയുന്ന ആദർശം കൂടിയാണ്. പക്ഷെ ഇവിടെ സിനിമയിൽ വന്നപ്പോൾ ഒരു മാറ്റം.
സിനിമ എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇതിൽ അപ്പൊ മൊത്തം എത്ര ആർട്ടിസ്റ്റുകളുണ്ട്? അത് പറഞ്ഞിട്ട് ഒരു 100-100 ആൾക്കാരുണ്ട്. പക്ഷെ ഇവർക്ക് ഞാൻ എല്ലാവർക്കും നല്ല ഡയലോഗ് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് എല്ലാവർക്കും പ്രാധാന്യം കഥാപാത്രം വെറുതെ വന്ന് ആരും പോകുന്നില്ല. പോകുന്നില്ല. ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ ഈ കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്ന് ആളുകളുണ്ട്. ഇപ്പൊ എനിക്ക് ഓരോരുത്തരെ കിട്ടിയതിൽ വന്നേക്കുന്നത് ഇത്രയും സപ്പോർട്ട് ചെയ്തേക്കണം. ഇപ്പം എൻ്റെ അസിസ്റ്റൻ്റായിട്ട് സുകന്യ, ഒത്തിരി ആൾക്കാർ വന്ന് പോയൊക്കെ ചെയ്തു. എന്നാലും ഇവിടെയും വരെയും ഇപ്പം അറിയാത്ത കാര്യങ്ങൾ ഇതൊന്ന് നല്ല രീതിയിൽ ഇറക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന് സഹകരിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ വില്ലൻ കഥാപാത്രമായാലും വിനോദേട്ടനായാലും ഇതുപോലെ തന്നെ ഇതിലുള്ളവർ ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരുപാട് പേര് നമുക്കൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. ഇതിലിപ്പോൾ നമ്മുടെ സ്പടിയൻ സാറുണ്ട്, അതുപോലെ ശിവജി ഗുരുവാരുണ്ട്, പിന്നെ മോളി ചേച്ചിയുണ്ട്. അവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. ഇതൊക്കെ ഭയങ്കര ഒരു അവരിലേക്കൊക്കെ എങ്ങനെ എത്തിയത്? അത് പറയുകയാണെങ്കിൽ ഇതിൽ വന്ന കുറെ ആളുകൾ മുഖാന്തരമാണ് അവർക്ക് വന്നത്. പക്ഷെ അവര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ശരിക്കും അവർ ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ ശരിക്കും സാധാരണ അഭിനയിക്കാൻ തയ്യാറായത് എങ്ങോട്ടോ ഞങ്ങൾ വിവരം പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇതിനകത്ത് ഇതൊരു ഇതൊന്നും ഒരു സ്റ്റാർഡമുള്ള ആളുകൾ ചെയ്യുന്ന പടമല്ലല്ലോ. അപ്പോൾ അവർ ചെയ്യുമെന്ന് പക്ഷെ ഞങ്ങൾ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ക്യാരക്ടറും പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു കുഴപ്പമില്ല ചെയ്യാൻ. അവർ റെമുനറേഷൻ നോക്കി ചെയ്തല്ല കേട്ടോ, അവർ ഇങ്ങോട്ട് പറഞ്ഞ് അവർ സ്വയം ഏറ്റെടുത്ത് ചെയ്താൽ എല്ലാത്തിലും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ കോമ്പിനേഷൻ ഇഷ്ടം പോലെ. പിന്നെ സ്പെയിൻ ഞാൻ നല്ല വില്ലനാണല്ലോ. പിന്നെ ആദ്യം പിന്നെ അതുണ്ടാവും, നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ഉൾവര ഉണ്ടാവും. കാരണം ഒന്നാമത് ജോർജ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിഗർ ആണല്ലോ നമ്മൾ കൂടെ നിൽക്കുമ്പോൾ തന്നെ. പക്ഷെ അത് നമ്മൾ കുഴപ്പമില്ല, എന്നെ അങ്ങനെയൊക്കെ വളരെ സപ്പോർട്ട് ചെയ്ത് അവർ ചെയ്യിച്ചു. മറ്റേ മോളി ചേച്ചി ആണെങ്കിലും ശിവജി ഗുരുവാർ എല്ലാവരുടെയും കോമ്പിനേഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ ത്രൂ ഔട്ട് വില്ലന പിന്നെ വളരെ കൂടുതൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കൂടെ ഇരുന്ന് സഹകരിച്ച് അവരെ ചെയ്യിച്ചു. നമുക്കൊക്കെ ജോർജേട്ടനെ കണ്ട ഓർമ്മ കിരീട സിനിമയിൽ സ്പടികത്തിലൊക്കെയല്ലേ കിരീടമല്ല സ്പടികം. അപ്പോൾ ആ ഓർമ്മ ചെന്നിരിക്കും. പക്ഷേ ആൾ ഭയങ്കര ഫ്രണ്ട്ലിയും ഭയങ്കര ഇതാണ്. ആ കാണുന്ന സിനിമയിലെ ഫിഗർ ഒന്നുമില്ല, പക്ഷെ നന്നായിട്ട് ചെയ്യിച്ചിട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സിനിമ ശിവജി ഗുരുവാരുണ്ടായിരുന്നു. ശിവജി ഗുരുവാരും പുള്ളി ഒരു കറ തീർന്ന നടനാണല്ലോ. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നിന്ന് ഡയലോഗ് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, നമ്മളറിയാതെ അതിലേക്ക് ലേജ് ചെയ്തു പോവുക പുള്ള കൂടെയൊക്കെ ചെയ്യുമ്പോഴേ. അത് വളരെ നന്നായിട്ട് അത് സിനിമയെക്കുറിച്ച് നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഓടുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഘട്ടമായല്ലോ, ഇനിയിപ്പോൾ എഡിറ്റിംഗ് തീരാറായി. അത് പിന്നെ ഡബിങ്, മ്യൂസിക്, RR എല്ലാം കൂടെ കൂടി ലാസ്റ്റ് സെൻസറും കഴിഞ്ഞാൽ പടം ഇറക്കാം, കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണ് റിലീസ് ഉദ്ദേശിക്കുന്നത്? റിലീസ് ഇപ്പോൾ ഈ ഓണത്തിനാണ് റിലീസ് ഉദ്ദേശിച്ചത്. അതിപ്പോൾ തിയേറ്ററിൽ ചെയ്യണം. ആ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചല്ല. ആദ്യം നമ്മുടെ ഇതിൻ്റെ എഡിറ്റിങ്ങും ഡബിങ്ങും RR മ്യൂസിക് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കമ്മിറ്റി വിളിച്ച് എല്ലാ രീതിയിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഇതെന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം അത് ഓണത്തിന് മുമ്പുണ്ടാവും. ഇറക്കാൻ പറ്റുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു 99% പറ്റുന്നല്ല ഇറക്കാം. അതിനുള്ള കണ്ടന്റ് ഉണ്ടെന്നുള്ളതാണ് മെയിൻ. അതിനുള്ള കണ്ടന്റ് സിനിമയ്ക്കകത്തുണ്ട്. വെറുതെ ഒരു തട്ടിക്കൂട്ട് സിനിമ പോലെയല്ല. ഇതിനകത്തൊരു കണ്ടന്റ് ഉണ്ട്, ഒരു ആശയമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരാശയമുണ്ട്, സ്റ്റോറിയുണ്ട്, എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം നല്ല കറക്റ്റ് ക്യാരക്ടേഴ്സിനും നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ നല്ല സ്പടികം ചോറേട്ടനും ശിവജി ഗുരുവാരും ഈ മോളി ചേച്ചി കൂടെ വന്നപ്പോൾ തന്നെ പിന്നല്ലേ അവർക്ക് ഇതിനകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്യൂല അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മളെ നന്നായിട്ട് സഹകരിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പടം എന്തായാലും തിയേറ്ററിൽ ഇറങ്ങിയാൽ 100% വിജയമായിരിക്കും ഉറപ്പായിട്ടും. ഇതൊരു ഒരു കൂട്ടം കലാകാരുടെ ഒരു പ്രതീക്ഷയാണ്. എന്താണ് ഈ ഫിലിം ഫീൽഡ് എന്ന് പോലും അറിയാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സമൂഹത്തിനിടയിൽ താഴ്ന്നു കിടക്കുന്ന കഴിവുകളൊന്നും പുറത്തു കൊണ്ടുവരാൻ ഒരു അവസരമില്ലാതെ കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതെ അപ്പൊ എന്താണ് ഫിലിം, എന്താണ് അങ്ങനെ ഒരു ഫ്രെയിം ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് വന്ന് നിൽക്കുന്നവര് റീൽസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ ആളുകൾ. പക്ഷെ അവരിൽ നിന്നൊക്കെ അവർക്കൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ യുവാക്കൾ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ പലരും നമ്മളുടെ കൂടെ വർക്ക് ചെയ്ത പലരും ഇങ്ങനെ പറയുമ്പോൾ മേഡം ഞങ്ങൾ അത്രയും പേടിച്ചിട്ടാണ് വന്നത്. പക്ഷെ അവിടെ വന്ന് നോക്കുന്ന സമയത്ത് സാധാരണത്തെ പോലെ ഒരു ഡയറക്ടറുടെ വകയുള്ള ഒരു വഴക്ക് അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, സംസാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഫ്രെയിമിൽ എത്തിപ്പെടാൻ ഒരുപാട് കഴിവുള്ള കലാകാരന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ മൂവി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് യുവാക്കൾ മൂവി എന്ന് പറയുന്നത്. അതെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് സമൂഹ മാധ്യമങ്ങളിലും പിന്നെ അതുപോലെ നമ്മളുടെ ഫാമിലിയിലും എല്ലായിടത്തും ഇത് നല്ല രീതിയിൽ തുറന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ്
സമൂഹത്തിനോട് പറയാനുള്ളത്. എന്താണ് പറയാനുള്ളത് ഓഡിയൻസിനോട്? പൊളിച്ച് പറയാനുള്ളത് ഇപ്പോൾ സുകന്യ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു നല്ല മൂവിയാണ്, നല്ല ആശയമുള്ള മൂവിയാണ്, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആവശ്യപ്പെടുന്ന സിനിമയാണിത്. അതുകൊണ്ട് ഇത് ഇറങ്ങാൻ വിജയിക്കുന്നുള്ള ഉറപ്പ് ഞങ്ങളുടെ പ്രതീക്ഷകൾ പറഞ്ഞല്ലോ. എല്ലാവരും സിനിമ കാണുക, കണ്ട് പ്രോത്സാഹിപ്പിക്കുക, ഞങ്ങളെപ്പോലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, ഞങ്ങളൊക്കെ ഉയർന്നു വരട്ടെ. ഇതിനകത്ത് മറ്റേ റഫീഖ് പറഞ്ഞ പോലെ ഇതിനകത്ത് മമ്മൂട്ടി മുതലാളി ഉണ്ടെങ്കിലോ നമ്മുടെ ഗ്യാങ്ങിൽ അവർ തെളിഞ്ഞെളിച്ച് വരട്ടെ. പുതിയ ശരിക്കും ഇപ്പോൾ ഈ മലയാള സിനിമയിൽ കുറച്ച് ആളുകളുടെ ഷോർട്ടേജ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, തിലകൻ, ഭരതൻ, പത്മരാജൻ, അങ്ങനെ കുറേ ഷോർട്ടേജുകളുണ്ട് മലയാള സിനിമയ്ക്ക്. അപ്പോൾ അവർക്ക് പകരക്കാരും വന്നിട്ടില്ല. അവർക്ക് പകരക്കാർ വരലും നടക്കില്ല എന്നറിയാം. എന്നാലും ആ ഒരു റേഞ്ചിൽ തൊട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബ്ലസ് ചെയ്യും പോലെ കമലിൻ്റെ അവർക്ക് പടം പോലെ അങ്ങനത്തെ സിനിമകളില്ല. ഈ സിനിമ അങ്ങനത്തെയാണെന്നല്ല കേട്ടോ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ആ ഒരു പാരമ്പര്യം, അതിൻ്റെ ഒരു ട്രഡീഷനായിട്ട് അതുപോലെയൊക്കെ കഴിവുള്ള ആളുകൾ തെളിഞ്ഞു വന്നെങ്കിൽ നിങ്ങൾ കൂട്ടായ്മ ഉണ്ടായാലേ പറ്റുള്ളൂ. അതിന് വേണ്ടി കൂടി ഞങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ഇപ്പോൾ 100 കലാകാരന്മാരുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 1-2 ക്ലിക്കായി പോകുന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നാൽ അവർ ആ സ്റ്റൈലിലേക്ക് വന്നാൽ പത്മനാഭൻ സാറിൻ്റെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് എഴുന്നേറ്റവും ഇല്ലല്ലോ. ഭരതൻ്റെയോ പടം വരയ്ക്കും പോലെയാണ് സിനിമ ചെയ്യണത് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള കലാകാരന്മാർ ഉരുത്തിരിഞ്ഞ് പറഞ്ഞാൽ ആ ഗ്യാപ്പ് എപ്പോഴും കിടക്കുക. അതിലേക്കുള്ള കലാകാരന്മാരായിട്ട് ഈ മലയാളികൾ എല്ലാവരും ശ്രമിക്കട്ടെ, വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അവരോടൊപ്പം ശ്രമിക്കുന്നു. ഞങ്ങൾക്കും വരാം, അവർക്കും വരാം. അപ്പോൾ സിനിമ വിജയിക്കട്ടെ, 100% സക്സസ് ആയിട്ട് ഒരു 200 ദിവസം സിനിമ ഓടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ക്രൂ അടക്കം എല്ലാവരും ആഗ്രഹിക്കുന്നു. എനിക്കിപ്പോൾ പറയാനുള്ളത്, ഒന്നാമത് നമ്മുടെ ഈ ഒരു മൂവിയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളോടും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ചീത്ത പറഞ്ഞാലും ഒന്നും പറയില്ല. അത് എന്തെങ്കിലും പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാകുന്ന അതൊക്കെ ചെയ്ത് പിറ്റേ ദിവസം വരും, എല്ലാം ചെയ്യും. പിന്നെ മെയിനായിട്ടെന്നുള്ളത്, ഞാൻ ഈ സിനിമ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയുള്ളൊരു കാര്യം, ഒരു അസിസ്റ്റൻ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കർത്തവ്യം മുഴുവൻ നിറവേറ്റിയത് സുകന്യ. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ സുകന്യ ഇല്ലെങ്കിലും രജീഷ്, അതുപോലെ അജ്മൽ, അങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ മെയിൻ സംഭവം ചെയ്യണമെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അത് ഞാനിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് എനിക്കെന്തോ ഒരു പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഈ സുകന്യയും കൂടി ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇത് ഞാൻ ആലോചിക്കുക. എന്നാലും നമ്മളെ കൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത്. എന്തായാലും സിനിമ വലിയ നിലയിൽ വിജയിക്കട്ടെ. ഈ ഒരു വിജയം എല്ലാവരും കൂടി, ഈ ഗ്രൂപ്പിലുള്ള ഈ സിനിമയിലുള്ള എല്ലാവരും ഒരു വിജയം തന്നെയാണ്. അത് നല്ല രീതിയിൽ വിജയിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തായാലും എല്ലാവരും, ഓഡിയൻസ് എല്ലാവരും ഒന്ന് കാണുക. അപ്പം നമ്മൾ ഇതെങ്ങനെയാലും തിയേറ്ററിൽ ഇറക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. അപ്പം എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ ഒരു വൻ വിജയമാവട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനയമാണ് താല്പര്യം അല്ലേ? നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. അഭിനയം എന്ന് പറഞ്ഞാൽ അഭിനയം തന്നെയാണ് പാഷൻ എന്നുള്ളത്. പിന്നെ ഡയറക്ഷൻ മേഖലയ്ക്ക് ഒരു അല്ല, ഞാൻ ഓൾറെഡി 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. പിന്നെ മനുമാഷ് പറഞ്ഞ 2 പേരുകൾ ഞാൻ പറയാൻ വിട്ടതാണ്, രജീഷ്, അജ്മൽ. ഈ സ്ക്രിപ്റ്റൊക്കെ എന്തെങ്കിലും തിരുത്താനും ഇതിനൊക്കെ സ്ക്രിപ്റ്റ് തന്നിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് രജീഷ്. അതുപോലെ തന്നെ ഇപ്പോൾ ആ ചേട്ടൻ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിലും അജ്മൽ, ഇന്ന് അദ്ദേഹത്തിന് ഷൂട്ടില്ല, പക്ഷെ ആളും നല്ല രീതിയിൽ നമ്മളോടൊപ്പം എനിക്കൊരു സപ്പോർട്ടായിട്ട് നിന്ന 2 പേരാണ്. സിനിമ ഇറങ്ങുമ്പോൾ ഒരു വിജയമാവട്ടെ. ചേട്ടന് നല്ല നല്ല സിനിമകൾ ഇട്ടിട്ടെ. മനുഷ്യന് ഒരു വലിയ സിനിമകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പേരും. ഞാൻ ഇപ്പം ആനച്ചാൽ മൂന്നാറടുത്ത് ആനച്ചാൽ നടന്നിടത്ത് താമസിക്കുന്നത്. ഞങ്ങളോട് നല്ല സുഖ സ്ഥലമാണ്, നല്ല ക്ലൈമറ്റും നല്ല രീതിയിലൊക്കെ ഉള്ള. എൻ്റെ പേര് ചേറാടി ശിവൻ. അതെ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ യുവാക്കൾ എന്ന സിനിമയുടെ ഭാഗമായത്? അതെന്നെ ഇവർ ക്ഷണിച്ചു. എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ കൊണ്ട് പണ്ട് ചെറുപ്പത്തിൽ നാടകമൊക്കെ ആയിട്ടൊക്കെ നടന്നിട്ടുണ്ട്. അതെ. നാടകത്തില് അഭിനയിച്ചതിന് ശേഷം പിന്നെ സിനിമയോ അല്ലെങ്കിൽ പിന്നെ വേറെ തുറയിലേക്ക് മാറിപ്പോയി. പിന്നെ അതൊക്കെ വിട്ടിച്ച് വേറെ തുറയിലായിരുന്നു. കാരണം പിന്നെ ബിസിനസ്സായി, അങ്ങനെ അങ്ങോട്ട് മാറിപ്പോയി. സ്വന്തം നാട് ഉഴവൂരെന്ന് പറയും. ഉഴവൂർ അറിയാമോ? കോട്ടയം. അവിടെ ഞങ്ങൾ താമസിച്ചിരുന്നതാണ്. ഇപ്പം ചേട്ടൻ്റെ മക്കളും ഒക്കെ ഉണ്ട് അവിടെ. കോളേജിൻ്റെ അടുത്ത് തന്നെയാണ്, കോളേജ് പള്ളി അതിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. നമ്മുടെ ഈ ഒരു യുവാക്കൾ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നാടകത്തിൽ നിന്ന് മാറി സിനിമയിലേക്ക് വന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഒരു വ്യത്യാസം? തരക്കേടില്ലായിരുന്നു. നല്ല രീതിയിലായിരുന്നു. എല്ലാവരും ഒക്കെ ആയിട്ട് നല്ല സഹകരണം, നല്ല രീതിയിലുള്ള ഇതായിരുന്നു. എല്ലാവരും നല്ല അഭിനയമാണെന്നും പറഞ്ഞു. പിന്നെ ഇപ്പം
ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഒരെണ്ണം കിട്ടിയതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഈ സിനിമയിൽ എന്ത് വേഷമാണ് ചെയ്തിരിക്കുന്നത്? അതിനകത്ത് പൈലി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനി മുതലാളിയായിട്ടാണ്. അപ്പോൾ എൻ്റെ മക്കൾ, എനിക്ക് കുറേ എസ്റ്റേറ്റുകളുണ്ടായിരുന്നു. മക്കളുടെയൊക്കെ പ്രശ്നം കൊണ്ടത് കുറേ വിറ്റ് പോകേണ്ടതാണ്. ഇപ്പം മക്കൾക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനുള്ള എൻ്റെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ. അതെ അതെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് എനിക്ക് ഒരു സാധാരണ രീതിയിൽ പോലെ ഉള്ളത്. കാരണം ചെറുപ്പത്തിൽ ഹരിചന്ദ്ര മഹാരാജാവ് അങ്ങനെ പലതും ഒത്തിരി ഒക്കെ നടത്തിയ കാരണം വലിയ പ്രശ്നം ഉണ്ടായിട്ടും തോന്നിയില്ല. ഏതായാലും മറ്റാർക്കൊന്നും രണ്ടാമതൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. എല്ലാ ആദ്യത്തെ തന്നെയൊക്കെ സംഗതി ശരിയാണ്. അതെ, അത് ഗുണമുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അല്ല, ഇതിനു മുമ്പൊരു പടം പിന്നെ തലശ്ശേരി വെച്ച് നടന്നത്. ഇപ്പം എന്താന്നൊക്കെ ചോദിച്ചാൽ ഒരു ഇല്ല. അതെ, രണ്ടാമത്തെ സിനിമയാണ്. നാടകത്തിൽ എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ അത് ജീവനുള്ള ഓഡിയൻസ് കൂടി ഇരിക്കുകയാണല്ലോ. അപ്പോൾ അവരെ സൂചിപ്പിക്കുക, അവർക്ക് രസകരമായൊരു ഡയലോഗുകൾ പിന്നെ പുസ്തകത്തിലുള്ള അല്ലാതെ തന്നെ നമ്മൾ സ്വയം ചിലത് ചേർത്തൊക്കെ പറയും. അപ്പോൾ അവർ ചിരിക്കാൻ സന്തോഷപ്പെടുകയും കയ്യൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും. പുസ്തകത്തിലുള്ള ഡയലോഗ് വേറൊന്ന്. അങ്ങനെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉള്ള ഒരു നാടകത്തിൽ നിന്ന് മാറിയപ്പോൾ എന്താ തോന്നിയത്? എളുപ്പമായിരുന്നോ അതോ? അല്ല, എനിക്കൊരു വ്യത്യാസം തോന്നിയില്ല. കുറെ കൂടെ എളുപ്പം ഇതായിട്ടാണ് തോന്നിയത്. എളുപ്പം. മറ്റേത് ഓഡിയൻസ് ഇരിക്കുകയാണ്. കാരണം ഇതിപ്പം ഓഡിയൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ പറയുമ്പോൾ അതിനുമില്ല ഇതൊന്നുമില്ല. അവരും തിരക്കില്ല, അവരും നല്ല അഭിനയങ്ങളൊക്കെ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഒരു ഷൂട്ടിന്റെ സമയത്തുള്ള ആളുകളായിട്ടുള്ളൊരു ഞങ്ങളൊരു കുടുംബമായിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ച് ജോളിയായിട്ട് അങ്ങനെ കഴിച്ചു കൂടായിരുന്നു. ഇതിനു മുമ്പ് ഒരു പിന്നെ ആൽബം ഉണ്ടാക്കി. അതിലൊക്കെ ഞങ്ങൾ വലിയ ഇതായിട്ട് അതിനകത്തൊരു പിന്നെ നമ്പൂരി ആയിട്ടായിരുന്നു, നായർ ആയിട്ട്. അപ്പോൾ പിള്ളേരൊക്കെ കൂടെ അവർ അമേരിക്കയിൽ അവിടെ ഇവിടെയൊക്കെ അവരെ കൂടെ ഓണത്തിന് വരുന്നു. ഓണസദ്യയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വരികയോ. അതെ, മനോഹരൻ. പുള്ളി നല്ല ഡീസൻ്റായിട്ട്, പക്കാ ഡീസൻ്റായിട്ടുള്ള നല്ല പാർട്ടിയാണ്. യുവാക്കളിപ്പോൾ ഈ ഞങ്ങളെ ഓണത്തിനോട് കൂടി റിലീസ് ചെയ്യണം നടത്തുകൊണ്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഷൂട്ടിങ് ഇപ്പോൾ ഓരോ തരത്തിലുള്ള ഇത് ഈ ഡബ് ചെയ്യാൻ തന്നെ ആണെങ്കിലും എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഒരു ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായി. അപ്പോൾ കാരണം അങ്ങനെ കുറേ താമസിച്ചു. നല്ല ഇനി അടുത്ത് തന്നെ ഈ ഓണത്തിന് അത് തീർച്ചയായിട്ടും ഇത് കാണേണ്ടതാണ്, അവരെ കണ്ടത് മനസ്സിലാക്കേണ്ടതാണ്. അത് നല്ല പ്രതീക്ഷയുള്ളത്. അഭിനയം ഇപ്പം വേറൊന്നും പകുതിയാക്കി വെച്ചിരിക്കുക ഞങ്ങള്. പിന്നെ ഒരു ആദിവാസികളുടെ ഒരെണ്ണം അത് പകുതിയാക്കി വെച്ചിരിക്കും. അതെ, അത് തന്നെ. അതിൻ്റെ പകുതിയായിട്ട് അതിൻ്റെ മൂപ്പനായിട്ടാണ്. എൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അതിൻ്റെ പകുതിയാക്കി വെച്ചിരിക്കുക. അത് ഈ കട്ടപ്പന ആ കാൽവരിമൗണ്ടിലൊക്കെ ആയിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. അവരിതൊക്കെ കണ്ട് കാണുക എന്നുള്ള കുറവല്ലേ. കണ്ടു കഴിയുമ്പോൾ പലതും മനസ്സിലാക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ആശീർവാദാനുഗ്രഹങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% വിജയിച്ചിരിക്കുന്നു. ശരി. നമസ്കാരം. എൻ്റെ പേര് റിട്ടി എന്നാണ്. എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ, ഞാൻ ആക്ച്വലി മോഡലിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്, വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ മറ്റേ ഇതിന്റെ ഡയറക്ടറെ പരിചയപ്പെടുത്തി തന്നെയാണ്. അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെന്ന് പറഞ്ഞാല് കുറെ സുഹൃത്തുക്കളെ കിട്ടി. എനിക്ക് അത് തന്നെ ഭയങ്കര ഒരു നല്ല ഇതായിരുന്നു. അങ്ങനെ അതുകൊണ്ട് എല്ലാവരും, ഈ ഡയറക്ടർ ആണെങ്കിലും നല്ല കമ്പനിയാണ്.
പാവാണ്, എല്ലാം പെട്ടെന്ന് പറഞ്ഞു തരും. അതേപോലെ ഉള്ളവരെല്ലാം നല്ല ഒരു ഇതായിട്ടുണ്ട്. ഇപ്പൊ മോഡലിംഗ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മോഡലിംഗ് ചെയ്യാൻ തുടങ്ങിയ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള മോഹം കൊണ്ടാണോ അതോ? ഇല്ല, ഈ ആക്ച്വലി എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷനാണ്. അപ്പം എനിക്കിതൊരു പാഷൻ മാത്രമാണ്. ഇത് എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമേ വന്നേ, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഇല്ലായിരുന്നു. അപ്പം ആ ഒരു പാഷൻ ഉള്ളതുകൊണ്ട് മാത്രം എങ്ങനെ ഇതായിട്ട് വന്നെയാണ്. നല്ലത് വരികയാണെങ്കിൽ അഭിനയിക്കുക. ഒരിത് വന്നിട്ടുണ്ട്, അത് ഫിലിം തന്നെയാണ്. അപ്പോഴേക്കും പിന്നെ ഒരു വേറെ വിളിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ സാഹചര്യം കാരണം നമുക്ക് പോകാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ? അതെ, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനി ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, നോക്കാം. ക്യാരക്ടർ എന്താണ്? എനിക്കൊരു നെഗറ്റീവ് റോളാണ്. ഒരു വില്ലന്റെ ഒരു കൂടെ ഉള്ള അതുപോലെയാണ്. കൂടുതൽ പറയാൻ പറ്റാത്തൊരു ക്യാരക്ടറാണോ? അതിപ്പോ പറയാൻ പറ്റാതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ സിനിമ ഇറങ്ങുമ്പോ അറിയാലോ. ഇല്ല, ഞാൻ ഭയങ്കര വൈബുള്ള ആളാണ്. അതെ അതെ അതെ, ഞാൻ അങ്ങനെയല്ല. അതെ അതെ. വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾക്ക് ഏതൊരു സാഹചര്യത്തിലും നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകണമല്ലോ. അപ്പം ഇപ്പം വില്ലത്തിന്റെ ഒരു ഇത് വരുവാണെങ്കിൽ ഇപ്പം ആരോടാണെങ്കിലും നമുക്ക് ആ ഒരു രീതിയിൽ കാണിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സിനിമയുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് തോന്നിയ ഒരു കഥ കേട്ടപ്പോൾ? നല്ലതാണ്. സമൂഹത്തിന് ഒരുപാട് അതെ അതെ ചോദിച്ചപ്പോഴും പറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഒരു കഥയാണ്. അതെ അതെ, അതിപ്പം ഇത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ, അത് വരുമ്പോഴേക്കും ഏതായാലും കാണാം. ഒരുപാട് നാളായി ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ? അതെ അതെ അതെ, ഞാൻ വന്നിട്ട് 1 year ആയെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ മാംഗ്ലൂരായിരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ വന്നതാണ്. യുവാക്കൾ എന്തായാലും ഓണത്തിനോട് റിലീസ് ചെയ്യാൻ പോകുന്ന പറഞ്ഞു. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാരും പോയിട്ട് കാണണം, അത്രേ ഉള്ളൂ. അഭിപ്രായങ്ങള് പറയണം. സംസാരിക്കും, നല്ലപോലെ സംസാരിക്കും. അല്ല, അതിപ്പം വരുമ്പോഴേക്കും സിനിമ പോയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാ എങ്ങനെയുണ്ടെന്നുള്ളത്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് പറയണം. അതനുസരിച്ച് നമുക്ക് വീണ്ടും അത് എന്താ പറയാ, അത് വീണ്ടും നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ആള് ഭയങ്കര പാവമാണ്. നല്ല എന്നെ മോളെ പോലെ കണ്ടിട്ട് എല്ലാം വന്നിട്ട് വൈക്കൊന്നും അങ്ങനെ പറയലൊന്നും ഇല്ല. എല്ലാം നീ ഓക്കെ ആണോ? ഓക്കെ ആണ്, അത് ചെയ്തു അങ്ങനെ പറയുന്ന ഒരു ഇതാണ്. പുള്ളി എല്ലാരും നല്ലതാണ്, നല്ല അഭിപ്രായം തന്നെയാണ്. അതാ പറഞ്ഞേ, അതും നല്ലതാണ്. അത് കുറെ സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നിട്ട്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും വിളിച്ചാലും എന്തൊരു തിരക്കുണ്ടെങ്കിലും ഓടി വരണം തന്നെ. അങ്ങനെ എല്ലാരും ഞങ്ങളുടെ ഫിലിം പോയി കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി. ശരി. എൻ്റെ പേര് ഷാജു മുടിക്കൽ. എന്താ ചെയ്യുന്നത്? ഞാനൊരു ലാബ് എക്യുപ്മെന്റ്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ യുവാക്കൾ എന്ന സിനിമയുടെ ഭാഗമായത്? യുവാക്കൾ എന്ന സിനിമയുടെ ഭാഗമാകാന്ന് പറഞ്ഞാൽ ഒരു നാടകത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അതായത് ഇപ്പോൾ ഇവിടുത്തെ സംവിധായകൻ മനോഹരൻ, പുള്ളി ഞാനായിട്ട് ബന്ധപ്പെടുന്നത് ഈ നാടകത്തിലൂടെയാണ്. പുള്ളി സ്ക്രിപ്റ്റ് ചെയ്ത് നാടകത്തിന് ഒരാൾ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ കണ്ടെത്തുകയാണ്. ഇതെല്ലാം കഴിയുമ്പോൾ പുള്ളി എന്നെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് ഇല്ല പരിചയമില്ല. എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി, ഞാൻ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിലും ഞാൻ ഈ ഇതിലൊക്കെ ഷോർട്ട് ഫിലിമും ഈ നാടകം അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മനോഹരനും എൻ്റെ കൂട്ടുകാരനായിട്ട് അറിയപ്പെടുന്നു. അങ്ങനെ വന്ന് പരിചയപ്പെട്ടു. അങ്ങനെ ചെയ്യുമ്പോഴാണ് മനോഹരൻ ഒരു നാടകത്തിലൊരു നായകൻ വേണം, നായകനല്ല, ഒരു കാർന്നവര സ്ഥാനം, ഒരു യക്ഷി കഥ പറയുകയാണ് എന്നൊരു നാടകം. ഈ നാടകത്തിലൂടെയാണ് പുള്ളി എന്നെ സെലക്ട് ചെയ്യുന്നത്, പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെട്ടു. നാടകം ഒത്തിരി സ്റ്റേജിൽ ഞങ്ങൾ കളിച്ചു. അപ്പോൾ ഞങ്ങൾ നാടകം കളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മോഹം, ഇനിയൊരു ഷോർട്ട് ഫിലിം ചെയ്താലോ വന്നു. അങ്ങനെ ഒത്തിരി ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തു. അത് നല്ല വിജയമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു തോന്നൽ, ഇനി ഞങ്ങൾ ഒരു മൂവി ക്യാമറയ്ക്ക് മുന്നിൽ നമുക്ക് കളിക്കണം, ആ ഒരു മൈൻഡ്. അപ്പോൾ കുറച്ച് പേര് കൂടിയുള്ള സംഭവമാണത്. അങ്ങനെ ചെയ്ത് യുവാക്കൾ എന്നൊരു സിനിമ തുടങ്ങാണ്. അതിലിപ്പോൾ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ഇതിൽ ഇത്ര ആർട്ടിസ്റ്റുകൾ എനിക്കും അറിയില്ല, കാരണം അങ്ങനെ വളർന്നു പോയി. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഇതിൽ. വൻ വിജയമായിരിക്കും ഈ സിനിമ എന്ന്
നല്ല 100% ഉറപ്പുണ്ട്. ഇതിലെ ക്യാരക്ടർ കുറിച്ചൊന്ന് പറയാമോ? ക്യാരക്ടർ ഞാനൊരു നാട്ടിൻപുറത്തൊരു വ്യക്തിയായിട്ട് അതാണ് തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മുടെ സംഭവം തുടങ്ങിയിരിക്കുന്നതും. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് 100% വിജയിക്കുമെന്ന് നല്ല ഉറപ്പുണ്ട്. അതിൽ നമ്മുടെ അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. സ്പടികം ജോർജ്, പിന്നെ ശിവജി ഗുരുവായൂർ, പിന്നെ കണ്ണമാലി മോളി ചേച്ചി, ഇവരൊക്കെ ഈ സിനിമയിലുണ്ട്. അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. ഈ പടം വൻ വിജയമായിരിക്കും എന്ന് ഞങ്ങൾ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാസർഗോഡ് ഒരു തിരുവനന്തപുരം ആൾക്കാർ ഒരു ബന്ധം നമുക്ക് വന്നു. അത്രയും ആൾക്കാർ ഈ സിനിമയിലുണ്ടെന്നുള്ളതാണ്. നമുക്ക് എവിടെയെങ്കിലും പെട്ടുപോയാലും ഒരു ഫോൺ കോൾ വിളിച്ചാലും ആൾക്കാരുണ്ടാവും. അത്ര ഒരു ബന്ധം നമുക്ക് വന്നു സിനിമയിൽ. അതാണ് പറയാനുള്ളത്. വിജയമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് രാരിമോൾ. ഞാൻ മറയൂരിൽ താമസിക്കുന്ന മറയൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സുബിത ബാജൻ. ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വരുന്നത്. എന്താ ചെയ്യുന്നത്? ഞാൻ ഡെന്റൽ അസിസ്റ്റന്റ് ആണ്. ഞാൻ അംഗൻവാടി ടീച്ചറാണ്. പിന്നെ അതുകൂടാതെ ആയുഷിന്റെ വെൽനസ് ഉൽപ്പന്നങ്ങളിലും വർക്ക് ചെയ്യുന്നു, കേന്ദ്ര സർക്കാരിന്റെ. അപ്പൊ എങ്ങനെയാണ് യുവാക്കൾ എന്ന സിനിമയുടെ ഭാഗമായത്? യുവാക്കൾ എന്ന സിനിമയുടെ ഭാഗമായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആൻറ്റിയുടെ മോൻ, അച്ഛൻ്റെ പെങ്ങയുടെ മോനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത്. അപ്പം ഞങ്ങൾ മറയൂരായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നല്ല എന്താ പറയുക ഫിലിം ലൊക്കേഷനൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഡയറക്ടർ സാറിനെയും കൂട്ടിക്കൊണ്ട് മറയൂർ വന്ന് ലൊക്കേഷൻ കണ്ടു. അപ്പം അങ്ങനെ കാണാനായിട്ട് ഈ ലൊക്കേഷൻ കാണിക്കാനായിട്ട് പോയത് ഞാനും കൂടെ കൂടിയിട്ടാണ്. വേറെ ഒരാളെ അവിടെ പറഞ്ഞു വിടാൻ അന്നേരം എനിക്ക് കിട്ടിയില്ല. അപ്പം ഇല്ല അങ്ങനെയൊന്നുമില്ല. അപ്പം ആൻറ്റിയുടെ മോൻ വന്നത് കൊണ്ട് ഞാൻ അവനെ കൂടെ ചേർത്തിട്ട് ഈ ലൊക്കേഷൻ കാണിക്കാൻ പോയതാണ്. അപ്പം അങ്ങനെ പോയ സമയത്ത് ഡയറക്ടർ സാറിന് എൻ്റെ ഹൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കൊടുത്ത അങ്ങനെ എന്ന് ഞാൻ വിചാരിക്കുക. അപ്പം അങ്ങനെ പിന്നീട് ആൻറ്റിയുടെ മോൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു, ഇങ്ങനൊരു ചാൻസ് ഉണ്ട്, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ പോലീസിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിനൊക്കെ പോയി പങ്കെടുത്ത് അങ്ങനെ പോലീസിലേക്ക് വരണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ചെറുപ്പത്തിലെ. അപ്പം ആ ഒരു ആഗ്രഹം കിടന്നുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഞാനത് ഓക്കെ പറഞ്ഞു, വേറൊന്നും ചോദിച്ചില്ല. അതെ അടിപൊളിയായിരുന്നു. അതെ ആ ഒരു ആഗ്രഹം കിടന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് വന്നത്. ഞാൻ മുന്നും മൂവിലൊക്കെ ഉണ്ട്. ഞാൻ 2018 ടീച്ചറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റലർ അബ്രഹത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ റോളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ. പിന്നെ ഇതിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ നെഗറ്റീവ് അല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ മൂവിയിൽ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. നല്ല ക്യാരക്ടറാണ്. അത് നിങ്ങൾ കണ്ട് അഭിപ്രായം പറയണം. പിന്നെ അതില് ടീച്ചറായിട്ടാണ് ഒരെണ്ണത്തില് റിപ്പോർട്ടറായിട്ടാണ് 2018 അതില് ടീച്ചറായിട്ട്. അതില് ഒരു റിപ്പോർട്ടറായിട്ടാണ്. കുഴപ്പമില്ല. യുവാക്കൾ മൂവില് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. എത്രയും പെട്ടെന്ന് നമ്മളത് നമ്മൾ ഒരു ടീമായിട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് പുറത്തു വരും. നമുക്കിപ്പോ നിങ്ങളെല്ലാവരും കണ്ട് അതിന്റെ അഭിപ്രായം കാര്യങ്ങളും പറയണം, നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അല്ല നമുക്ക് അത് നമ്മള് സസ്പെൻഡ് ആണ് പറയാം. അത് നിങ്ങൾ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഡയറക്ടർ പൊളിയാണ്, അടിപൊളിയാ. കാരണം അതുപോലൊരു ഡയറക്ടർ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാല് അത്രയും സപ്പോർട്ടീവാണ്. ആളുടെ എന്താ പറയാ, നമുക്ക് ഡയലോഗൊക്കെ പവർ ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന സപ്പോർട്ടിംഗാണ്. ആളുടെ നമുക്ക് പറഞ്ഞു തരണമൊക്കെ നമ്മളൊരു മോളെ പോലെ കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരലും കാര്യങ്ങളൊക്കെ നമുക്ക് ആള് നല്ല ആക്റ്റീവാണ്. അതുകൊണ്ട് നമുക്ക് ഈ സിനിമയിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നല്ല ഹാപ്പിയാണ് ഈ മൂവിയിൽ. അതെ. പിന്നെ ഇതിനകത്ത് ഒരു വേഷം എൻ്റെ അച്ഛനും ചെയ്യുന്നുണ്ട്. ഒരു വേഷം ക്യാരക്ടർ എൻ്റെ അച്ഛനും കൂടി ചെയ്യുന്നുണ്ട്. അച്ഛനും നല്ലൊരു റോള് തന്നെയാണ്. ആദ്യം മുതൽ അവസാനം വരെയുള്ളൊരു നല്ല റോള് തന്നെയാണ്. എന്തായാലും ഈ സിനിമ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും അത് കണ്ട് ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും അതോടൊപ്പം നമ്മൾ ചെയ്തതിൻ്റെ പോരായികളും ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് എന്താ പറയണേ, നമ്മുടെ ഒരു വിലയിരുത്തലാണല്ലോ നമ്മളെ അത് മാറ്റി ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും ഈ സിനിമ ഒരു നല്ല ഒരു ഇമേജ് തരുന്നതായിരിക്കും. നല്ലൊരു എന്താ പറയുക, ഫുള്ളും നല്ലൊരു
മെസ്സേജ് ഇതിന് മെസ്സേജ് അതെ കിട്ടും. പിന്നെ ലൊക്കേഷൻ എക്സ്പീരിയൻസ് പിന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ട് എല്ലാവരും. നമുക്ക് ഇന്ന് ഒരു കുഴപ്പം നമുക്ക് ഈ മൂവിയിൽ വന്നിട്ട് ഒരു പ്രശ്നം ഒരു ഇത് നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാം. ഇപ്പൊ നമ്മൾ ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവര് നമ്മളിവിടെ എത്താനുള്ള അറേഞ്ച്മെന്റ് വരെ ചെയ്തു തരുന്നവരാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മൾ ലൊക്കേഷനിൽ എത്തുന്നത്. അത്രയും ഇതാണ്. കാരണം ഞാനൊക്കെ ഇത്രയും ദൂരം നിന്ന് വരുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇരിങ്ങാലക്കുടയാണ്. അപ്പം നമ്മൾ എത്ര ഏത് പാതിരാത്രി ആയാലും നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും നല്ല സേഫ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഇതാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ മൂവി നമുക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ അത് തന്നെ നല്ല കുറേ ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലേക്ക് ചെല്ലുന്നല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് ചെല്ലുന്നല്ലോ. നമുക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല. നമ്മൾ വൈകിപ്പോയാലും നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. നമ്മൾ ഒക്കെ നല്ല സേഫ് ആയിരിക്കും. നമുക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല. കാരണം നമ്മൾ ഇച്ചിരി വൈകിപ്പോയാൽ നമ്മളെ കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് ഡയറക്ടർ സാറിൻ്റെ ഒരു പ്രത്യേക കരുതലുണ്ട് നമുക്കവിടെ. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് സിനിമകളിലൊക്കെ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളോ അങ്ങനെ യാതൊന്നുമില്ല. നമ്മൾ ഫുള്ളും നമുക്ക് ധൈര്യമുണ്ട്. കാരണം നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ പോലും നമുക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു ധൈര്യം നമുക്ക് എഴുതി തരുന്നു. കാരണം നമ്മൾ ഒരു ആങ്ങളെ പെങ്ങളെ മക്കളെ അങ്ങനെ കൂടുന്ന ഒരു കുടുംബം ഉണ്ടല്ലോ, ആ ഒരു കുടുംബത്തിന്റെ ഒരു ഇമേജാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ കിട്ടുന്നത്. കാണാതിരുന്ന കുറെ ആൾക്കാരെ പെട്ടെന്ന് കാണുമ്പോൾ അല്ലെ സൗഹൃദങ്ങൾ വീണ്ടും വീണ്ടും പുതുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും വിശേഷങ്ങളും കാര്യങ്ങൾ അറിയാൻ പറ്റി. മോശമായിട്ട് ഒരാളും ഒരു നമ്മളോട് ക്യാരക്ടർ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. നല്ലൊരു ഇത് തന്നെയാണ് തീർച്ചയായിട്ടും. ഓഡിയൻസ് പറയാനുള്ളത് നമുക്ക് ഈ സിനിമ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും പോരായ്കൾ ഉണ്ടെങ്കിൽ പറയണം. എന്തായാലും നല്ലൊരു മൂവിയാണ്. അപ്പൊ അതെല്ലാരും കാണാം. അതെ അത് തന്നെയാണ്. എല്ലാവരും കാണുക, വേണ്ട സപ്പോർട്ടുകൾ ചെയ്യുക. കാരണം നല്ല രീതിയിൽ നമുക്കത് ഒരു എന്താ പറയുക, ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ പടിപടിയായിട്ട് കയറുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നും കൂടെ വേണമെങ്കിൽ പറയാം. അപ്പം ആ രീതിയിൽ അങ്ങനെ തുടർന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ട് കിട്ടിയ വേഷം. പക്ഷെ ഞാനത് എന്താ പറയണേ, ഇപ്പം നമുക്ക് ഈ ഒരു ഫീൽഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് കൂടുതലായിട്ട് ചെയ്യണം എന്നുള്ളതല്ല. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സൈഡായിട്ട് നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ നമുക്കത് ചെയ്യാം. ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽഡിൽ ഇവിടെ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഫീൽഡിൽ പോയി അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. അത് ഈ ഫീൽഡിൽ വന്ന് നോക്കണം, വന്നാലേ അറിയാൻ പറ്റുള്ളൂ. പലരും പറയും ഫിലിം ഫീൽഡിൽ പോയി അങ്ങനെയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഇതുമില്ല. അത് നമ്മൾ ഈ ഫീൽഡിൽ വന്നാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ പുറത്തു നിന്ന് കാണുന്നവർക്ക് അത് പറയാൻ പറ്റില്ല. ഇപ്പൊ പുതിയതൊന്നുമില്ല, ഇതാണ് ഇറങ്ങാനുള്ളത്. അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് സിദ്ദീഖ്, കോതമംഗലം സ്വദേശിയാണ്. എനിക്ക് ഇലക്ട്രീഷ്യനാണ് ഞാൻ, വയറിങ്ങിൻ്റെ ഒക്കെ. എൻ്റെ പേര് ഷിൻസ്, വീട് കട്ടപ്പന. ഇപ്പൊ ജോലിയായിരുന്നു, ജോലി നിർത്തി ഇപ്പൊ ബിസിനസ്, ഓൺ ബിസിനസ്. അഭിനയം ആഗ്രഹം കൊണ്ട് നിർത്തില്ല, അഭിനയം നേരത്തെ തൊട്ട് ഉണ്ടായിരുന്നു. കോളേജിലും സ്കൂളിലൊക്കെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അഭിനയം ഇഷ്ടമുള്ളൊരു കലയാണ്, അതുകൊണ്ട് അതിനെ സ്നേഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പുറപ്പെട്ടതാണ് അഭിനയിക്കാൻ. നാടകം ചെയ്യുമായിരുന്നു. സിനിമ ഷോർട്ട് ഫിലിം മനുമാഷിനൂടെ തന്നെ 1-2 ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം അല്ലാതെ വേറെ ചെയ്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം അഭിനയിച്ചിട്ടുണ്ട്. വേറെ ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. കോളേജിൽ പഠിച്ചപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് വഴിയാണ് നമ്മൾ ഈ ഇതിൽ വരുന്നത്. നമ്മള് കുറച്ച് സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ അഭിനയിച്ചുള്ള ഒരു ഇതുണ്ട്, നാടകം അതുപോലുള്ള ഇതുള്ള അഭിനയിച്ചുള്ള ഇതുണ്ട്. പിന്നെ ഇതിലേക്ക് വന്ന് മനുമാഷിന്റെ ആ ഒരു ഇതില് നമുക്ക് ഇതിനകത്തൊരു ഇത് കിട്ടി. ഇല്ല ചെയ്യല, നാടകത്തില് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമ്മള് നല്ലൊരു കഥയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇത് നമ്മള് ഈ ഒരു പടം ഇത് എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ പൂർത്തീകരണവും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് അവർക്കൊരു നഷ്ടം ഉണ്ടായില്ല ഈ കണ്ടു കഴിഞ്ഞാൽ. കാരണം അത്ര നല്ല കഥയും കാര്യങ്ങളുമാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടർ നെഗറ്റീവ് റോളാണ്. അത് നമ്മൾ ഈ കഞ്ചാവ് അതുപോലെയുള്ള സംഭവങ്ങൾ വിതരണം ചെയ്യുന്നതും അങ്ങനെയുള്ള റോളുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അത് അത്യാവശ്യം. അതെ 4 നായകന്മാരുണ്ട്, അതിലൊരാളാണ്. അതെ, കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ നമുക്ക് അഭിനയം പഠിക്കാൻ പറ്റി. കുറേശ്ശെ കൂടെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനുള്ള ആ ഒരു
ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യമൊക്കെ. അതൊക്കെ അങ്ങ് മാറി. ഇപ്പൊ ഫ്രീ ആണ്. ഇപ്പൊ എവിടെ ക്യാമറ വെച്ചാലും അഭിനയിക്കാൻ പറ്റും. അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും ഇത്ര കൂടുതലായിട്ടില്ല. ഒരു 20 മിനിറ്റ് അങ്ങനത്തെ ഷോർട്ട് ഫിലിമുകളൊക്കെ 2.5 മണിക്കൂർ സിനിമയുണ്ട്. നല്ല കഥയാണ്, നല്ല സ്റ്റോറിയാണ്. ഒരു 2.5 വർഷമായി ഇപ്പൊ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പൊ ലേറ്റ് ആകുന്ന പറഞ്ഞാൽ ആർട്ടിസ്റ്റിന്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഓരോരോ സാഹചര്യങ്ങൾ, സിറ്റുവേഷനുകൾ എല്ലാവർക്കും. ഉണ്ട്. അത് നമ്മുടെ സ്പടിയൻ ജോർജ് സാറുണ്ട്, പിന്നെ ശിവജി ഗുരുവായൂര്, പിന്നെ നമ്മുടെ കണ്ണമാലിയുള്ള മോളി ചേച്ചി ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സീൻസ് ഉണ്ടായിരുന്നു. സീൻസ് ഉണ്ട്, 1-2 സീൻസ് ഒക്കെ ഉണ്ട്. അവരോട് അഭിനയിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് കൂടുന്നുണ്ട്. ഉണ്ട് നമുക്കുണ്ട്. അത്യാവശ്യം ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നല്ല ഇതാണ് എക്സ്പീരിയൻസ്. നമുക്ക് ഒന്നുകൂടെ നമുക്ക് അതിനകത്തേക്ക് ഒന്നുകൂടെ പഠിക്കാനുള്ളൊരു ഇതുണ്ട് അതിനകത്ത്. വേറെ ഇല്ല. നമ്മൾ പിന്നെ വേറെ കുറച്ച് പേര് ആയിട്ടുള്ള ഇതാണ് പിന്നെ ഉണ്ടായിരുന്നത്. നല്ല ലൊക്കേഷൻ കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു. നല്ല അനുഭവങ്ങളാണ് നമുക്ക്. പുതിയ അനുഭവങ്ങളാണല്ലോ അതിനകത്ത് വരുന്നത്. ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും അവരുടേതായ ഇതെല്ലാം ഒത്തെടുക്കേണ്ടാണ് നമ്മൾ ഇത് പൂർത്തീകരിച്ചത്. നല്ല ഇതാണ്. എല്ലാവരുമായിട്ട് നല്ല ഒരു കുടുംബം മാതിരി തന്നെ നമ്മളെ തുടങ്ങിയിട്ട് അത്ര എല്ലാവരുമായിട്ട് ഭയങ്കര ശരിക്കും ഒരു കുടുംബമാണ് ഞങ്ങളുടെ ഈ പടം, ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു അധ്വാനാണ്. എല്ലാവരും ഒരു അധ്വാനാണ്. എല്ലാവരും ഒരു ഇപ്പൊ പറയിക്ക പറഞ്ഞ പോലെ എല്ലാവരും ഒരു കുടുംബമാണ്. ഞങ്ങളെല്ലാവരും 3 വർഷമായിട്ട് പുതിയതായിട്ട് വന്ന ആൾക്കാരാണ് എല്ലാവരും. ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചേർന്ന ഒരു കുടുംബമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഓരോരോ പ്രോജക്റ്റ് ഇനി അടുത്ത പ്രോജക്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഇത് ഓണത്തിന് റിലീസ് ആകുമെന്നാണ് പറഞ്ഞത്. ഓഡിയൻസിനോട് നിങ്ങൾക്ക് ആർക്കും ഇതിൽ നഷ്ടം ഉണ്ടാകത്തില്ല. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമയിൽ ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെടുത്തുള്ളൂ. പുതുമയുണ്ട്. ഇതെല്ലാം സിനിമ ഒരു പുതുമയുള്ള ഒരു ഇതാണ്. എല്ലാവരും കാണുക എന്നാണ് പറയാനുള്ളത്. ഉണ്ട്, ഞങ്ങളുണ്ട്. അതിനാഗ്രഹം തന്നെയാണല്ലോ. അതാണല്ലോ നമ്മളിങ്ങനെയുള്ള വരുന്നതും ഇത് ചെയ്യുന്നതും. ഹാർഡ് വർക്ക് ചെയ്യണല്ലോ ഇതില്ല നമ്മള്. തീർച്ചയായിട്ടും സിനിമയുള്ളൂ. അതാണ് നമ്മുടെ ആഗ്രഹം, അംബിഷൻ. അതിലോട്ട് തന്നെ അങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. എൻ്റെ പേര് അരുണാണ്. ഞാൻ താമസം ഇവിടെ എറണാകുളം ജില്ല തന്നെ. പിന്നെ ഇപ്പം വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഇടയ്ക്കൊന്ന് ഷൂട്ടിങ് ഉണ്ട്. എങ്ങനെയാണ് ഈ യുവാക്കൾ എന്ന സിനിമയുടെ ഭാഗമായത്? യുവാക്കൾ എന്ന സിനിമയുടെ ഭാഗമായത് ശരിക്കും ഒരു 3 വർഷം മുമ്പ് ഇതിൻ്റെ ഡയറക്ടർ നമ്മളെ കാണുകയും പരിചയപ്പെടുത്തി. എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അങ്ങനെ അദ്ദേഹം പരിചയപ്പെട്ടു. അപ്പം അങ്ങനെ ഇതിൻ്റെ കൂടെ കൂടി ഇതിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയായി ജോയിൻ ചെയ്ത് നമ്മൾ. ഇതിനു മുമ്പ് ഏതെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഷോർട്ട് ഫിലിമും അതുപോലെ തന്നെ ഫിലിമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളെ പിന്നെ സ്കൂളിലൊരു കലാപ്രതിഭയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം അറിയാം, നമ്മുടെ ഡയറക്ടർ മനുമാഷുമായിട്ട് അറിയാം. ഒരു യുവാക്കൾ എന്ന മൂവി തുടങ്ങിയപ്പോൾ തന്നെ നമുക്കത് എല്ലാം ഒരു ടീം സ്പിരിറ്റോടെ എടുക്കുന്ന ഒരു ആൾക്കാരാണ് കൂടെ ഉള്ളതെല്ലാം, കമ്പനിക്കാരാണ്. ഒരു 3 വർഷക്കാലമായി. 3 വർഷക്കാലമായി നമ്മുടെ ഈ പടം തുടങ്ങിയിട്ട്. എങ്കിലും അതിന്റെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണ്. ഓരോന്നും എന്താണ് വർക്കുകളെല്ലാം തീർത്ത് പോകുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം ഷോട്ട് വന്നിരിക്കുന്നത് നമുക്ക്. ഇതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും പറയുവാണെങ്കിൽ പല സ്ഥലത്തായിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ടായിരുന്നു. അത് ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാൽവരി മൗണ്ടിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഒരു പാട്ട് സീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും റോയൽ ബേക്കറി, നമ്മുടെ റഫീഖ് സാർ ഉണ്ടായിരുന്നു, അതുപോലെ വിനോദീകരണം ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്ന കൂടെ. ഒരു വലിയ പാട്ട് സീനായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതിനുശേഷം പിന്നെ നമുക്ക് പാലക്കാട് നെന്മാറ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമായ പ്രദേശങ്ങൾ നല്ല ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണെന്ന് പറയാം യുവാക്കള്. ശരിക്കും ഇത് പുറത്തിറങ്ങാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉപരിയായിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാം തന്നെ ഒരു വച്ച് ചെയ്യുന്ന ഒരു മൂവി ആയി തീരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിന്റെ അകത്തെ ക്യാരക്ടർ ശരിക്കും ഫസ്റ്റ് ഇതിന്റെ അകത്തൊരു നായകൻ
എന്നുള്ള രീതിയിലാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ നായകനേക്കാളും കൂടുതൽ വില്ലന്മാർക്കാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അസേ വില്ലൻ വില്ലനായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത്. അപ്പൊ അങ്ങനെ ഒരു റോളാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് നന്മ വരുത്തുന്ന ഒരു മെസ്സേജ് ആയിരിക്കും ഇതിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് ഇറങ്ങുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ സൊസൈറ്റിയുടെ നേരെയുള്ള ഒരു ഇന്നത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നല്ല രീതിയിലുള്ള ഒരു സന്ദേശം കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത് ഓണത്തിനോട് കൂടി ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓണത്തിനോട് കൂടി തീർച്ചയായിട്ടും ഉണ്ടാകും. ഷൂട്ടിംഗ് ഓൾമോസ്റ്റും തീർന്നിരിക്കുന്നു. പാട്ട് സീനിന്റെ കുറച്ച് വർക്കുകളാണ് നമ്മൾ ക്ലോസ് അപ്പ് ഷോട്ടാക്കിയാണ് ഇവിടെ എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഷോട്ടുകളൊക്കെ ഒരുവിധം തീർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നോടുകൂടി മിക്കവാറും അതിന്റെ എല്ലാം തീരും. പിന്നെ നമ്മൾ എഡിറ്റിങ്, ഡബിങ്ങിന്റെ കൂടുതലായിട്ടും ഇനി ഇൻവോൾവ് ചെയ്യുന്നത്. എഡിറ്റിങ് ഒരുവിധം വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഡബിങ് ആയിരിക്കും കൂടുതലായിട്ട്. ഏതായാലും ഓണത്തിനോട് കൂടി പ്രതീക്ഷിക്കാൻ വരുന്നു കരുതുന്നു. താങ്ക് യു. ഓഡിയൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പടം കാണുക, ആദ്യമായിട്ട് ഇത് കാണുക. കണ്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്രൈം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളെയും ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളെയും അതുപോലെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാരെയും ഡയറക്ടർ അടക്കം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി, ഓക്കെ, താങ്ക് യു. ഞാൻ മലപ്പുറം കാടാമ്പുഴയുള്ള ആളാണ്. ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഈ സിനിമയിൽ എത്തിപ്പെട്ടത്. അനിൽകുമാർ. എന്താണ് ചെയ്യുന്നത് ശരിക്കും? ഞാൻ ഇപ്പോൾ സോളാറിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. സോളാർ പാനൽ ഫിറ്റ് ചെയ്യുന്ന വർക്കാണ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ വർക്കും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കീഴിൽ, എൻ്റെ അനിയൻ്റെ കീഴിൽ, സത്യം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ അനിയൻ്റെ അനിയൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ഈ സിനിമയിൽ എത്തിപ്പെട്ടത്. അത് നാട്ടിൽ ഞാൻ കുറച്ച് നാടകങ്ങളിലൊക്കെ കുറച്ചൊരു അഭിനയിക്കുന്നുണ്ട്. ഇപ്പോഴും നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അനിയനോട് ഇങ്ങനെ ഒരാൾ സജഷൻ പറഞ്ഞപ്പോൾ അനിയൻ എൻ്റെ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ മനുമാഷ് എന്നെ വിളിച്ചിട്ടാണ് ഈ സിനിമയിൽ എത്തിപ്പെട്ടത്. എന്തായാലും നല്ലൊരു പുതിയൊരു അറിവായി, നല്ലൊരു കൺസെൻറ്റായി. സിനിമയിൽ ആദ്യമായിട്ടാണ്. ഇല്ല, സിനിമയിൽ അത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവം എനിക്കത്. അതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കഴിവുകളൊക്കെ. പാട്ടാണ്. കവിത മതിയോ? ആയിക്കോട്ടെ. പ്രശസ്ത കവി വി മധുസൂദൻ നായരുടെ അഗസ്ത്യഹൃദയം എന്ന കവിതയിലെ ഏതാനും വരികൾ. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിനു മുൻപേ കനൽ കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിനു മുൻപേ കനൽ കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ചിടനീണ്ട വഴിയളന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ചിലയും അമ്പും നീട്ടിയിര തിരഞ്ഞും ഭാണ്ഡമൊലിവാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മല കയറുമീ നമ്മളൊരു വേള ഒരു ഗാതമേയുള്ളൂ മുകളിലെത്താൻ. ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ, ഇപ്പാവശില നീ അമർത്തി വിട്ടു. അല്ല, കവിയല്ല. കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ മനുമാഷ കീഴിൽ തന്നെ ഞങ്ങളത് റെക്കോർഡ് ചെയ്യാനും നിൽക്കുന്നുണ്ട്. അപ്പോൾ അഭിനയത്തോട് താല്പര്യം തന്നെയാണ്, ജന്മനായുള്ള താല്പര്യം തന്നെയാണ്. ഇല്ല, വേറൊന്നും ചെയ്തിട്ടില്ല.
വേറെ 1-2 കാര്യങ്ങൾ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ നമ്മളൊരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു സമയവും സന്ദർഭവും അതും കൂടി നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള 1-2 കാര്യങ്ങളൊക്കെ ഒഴിവായി പോയിട്ടുണ്ട്. എന്നാലും ഈ യുവാക്കൾ മൂവി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവാണ്. സത്യം പറഞ്ഞാലേ ക്യാരക്ടർ അങ്ങനെ ഒരു ആള് സസ്പെൻസ് ആണ്. അതൊക്കെ സസ്പെൻസ്. അത് നിങ്ങൾ സിനിമ നിങ്ങൾ കാണുക, കണ്ടാൽ മനസ്സിലാവും. അപ്പം എൻ്റെ ഈ ഒരു മുഖം നിങ്ങൾ അതിൽ കാണുക. അത്ര തന്നെ. നമ്മുടെ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത് കാണാൻ പോകുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള, സമൂഹ നന്മക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അത്രമാത്രം അതിൽ എല്ലാം ഒതുങ്ങും. സമൂഹ നന്മക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്, അതിലെല്ലാം ഒതുങ്ങും. വേറൊന്നും കൂടുതലൊന്നും പറയാനില്ല. നല്ല പിന്നെ എന്തായാലും ഞങ്ങൾ ഇറക്കുന്ന ചെയ്യും. അത് 100% ഓക്കെയാണ്. ഓക്കെ. എൻ്റെ പേര് ഷിബു, ഇരിങ്ങോളാണ് വീട്. ഞാൻ ബിസിനസ്സാണ്. എനിക്ക് ഓട്ടോമൊബൈൽ എയർ കണ്ടീഷണർ വർക്കാണ്. മനുഷ്യയുടെ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അങ്ങനെ അതിനകത്തേക്ക് വന്നതാണ്. നല്ലൊരു അവസരമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഇതിനകത്ത് നല്ലൊരു നമ്മൾ 2-3 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. സിനിമയായിട്ട് ഇറങ്ങുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ആദ്യമാണല്ലോ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നതാണല്ലോ ഒരു ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കാന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു വർക്കാണ്. പിന്നെ എല്ലാവരോടും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫണ്ട് എല്ലാവരും എടുത്ത് ചെയ്യുന്നതാണ്. ഒരാൾ തന്നെയല്ല ചെയ്യുന്നത്, നമ്മളെല്ലാവരും കൂടി ടീം വർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇതുമായി തന്നെ ഇത് നല്ല രീതിയിലാണ് പോകുന്നത്. വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു SI ആയിട്ടാണ്. പോലീസ് അല്ല, എക്സൈസ് ഓഫീസറായിട്ട്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് ചെയ്തപ്പോ ഒരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ സിനിമ ഫീൽഡിലുള്ള അവരായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പിന്നെ നമുക്ക് സ്പടിൻ സാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ശിവജി ഗുരുവായൂരായിട്ട് മറ്റേ ചാളമേരി എല്ലാവരായിട്ടും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് ആദ്യ അനുഭവമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ജീവിതത്തില്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കിട്ടിയ ഒരു അവസരമാണല്ലോ. നല്ലൊരു നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു അനുഭവമായി പോയി. എന്തായാലും നല്ല വർക്കാണ്. അതിന് കുഴപ്പമില്ല, നല്ല സഹകരണമാണ് എല്ലാത്തിനും. പുള്ളി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങോട്ട് പുള്ളി തന്നെ ഓടണം, എല്ലാം പുള്ളി തന്നെയാണല്ലോ, പുള്ളിയുടെ തലേക്കാണല്ലോ ഓടണേ. അതിന്റെ ബുദ്ധിമുട്ട് പുള്ളിക്കുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം സഹകരിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓഡിയൻസ് നല്ലൊരു മെസ്സേജാണ് ഇതിനകത്ത് വരാനുള്ള. എല്ലാവർക്കും കാണണം, എല്ലാവരും അഭിപ്രായം പറയാ, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അത്രയും ചുമ്മാ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ബിസിനസ്സും ഉണ്ട്, രണ്ടുകൂടെ കൂടി. ഓക്കെ, താങ്ക് യു. ശരി. ഞാൻ നിഖിൽ. ഞാൻ ഫിനാൻസ് വർക്ക് ചെയ്യാണ്, മുത്തൂർ ഫിനാൻസ് വർക്ക് ചെയ്യാണ്. ഞാൻ ഷജീർ, ഡ്രൈവറാണ്. മനസ്സാറ് വിളിച്ചു പോന്നു. ഞാൻ മനസ്സാറായിട്ടുള്ള പരിചയത്തിലാണ് ഇതിനു മുകളിൽ വന്നപ്പോൾ കുഴപ്പമില്ല. ഫസ്റ്റ് ടൈമാണ് ഫിലിം പറഞ്ഞ ഇൻഡസ്ട്രിക്ക് വരുന്നത്. കുഴപ്പമില്ല. ഇവിടെ വന്നവർ പ്രത്യേക ഇത് തന്നെയാണ്. ഇല്ല, അതിന് മുന്നേ വേറൊരു മൂവിയുടെ പൂജ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അപ്പോൾ ഇതിലേക്ക് വിളിച്ചത്. കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പിന്നെ ഫിലിം പറഞ്ഞൊരു കേട്ടറിവുണ്ടായിരുന്നുള്ളൂ. ഇതിന് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതലുള്ള ഇതറിയാൻ പറ്റിയത്. കുഴപ്പമില്ല, നല്ല ഫിലിമാണ്. ഇല്ല, ഞാൻ ആദ്യത്താണ്. അങ്ങനെയൊന്നുമില്ല. ഇല്ല. മനോഹരൻ സാറ് ഫേസ്ബുക്കിൽ കണ്ടിട്ട് അങ്ങനെ വിളിച്ചാണ്. തീരുമാനം വിളിച്ചു പോന്നു.
ഒരു നാടകവും അങ്ങനെയൊന്നുമില്ല, ഒരു ധൈര്യം മനസ്സിലായി. അഭിനയിക്കാൻ താല്പര്യമുള്ളത് വിളിക്കുമ്പോ നമ്മളെന്തായാലും ചിന്തിക്കൂലോ പറ്റിക്കനാണോ. ശരിയാവും. ഒരു ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും സിനിമയിൽ? ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ചപ്പോ വന്നത്. ചോദിച്ചില്ല? ഇല്ല ചോദിച്ചില്ല. അതെ നമുക്ക് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെ പബ്ലിക്കിൽ വെച്ചിട്ടുള്ള ഒരു ക്യാമറ പോസ് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട്. പിന്നെ ഒരു ഭയം ഓരോതൊക്കെ ഉണ്ട്, ചമ്മലൊക്കെ ഉണ്ട്. അത് നമ്മൾ വീട്ടിലെ റീൽസും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു റൂമിൽ അതിൻ്റെ ഒരു ഇതല്ലേ. ഇവിടെ വന്നപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ മാറി. എന്നുവെച്ചാൽ ഓരോ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ തരുമ്പോൾ സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെന്റ്. പിന്നെ ഇപ്പോൾ ഓക്കെയാണ്, എന്താ വെച്ചാൽ ചെയ്യാനൊരു കോൺഫിഡൻസും ഉണ്ട്. മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ടെൻഷനും പേടിക്കായിരുന്നു. അങ്ങനെയാണ് സംഭവം, കുഴപ്പമില്ല. ക്യാരക്ടർ എന്താണ് സിനിമയിലെ? ഒരു വില്ലൻ റോളാണ്. വില്ലനാണ്. നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു എങ്ങനെയുണ്ടായിരുന്നു ചെയ്തപ്പോൾ? കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയി. എനിക്ക് വില്ലൻ റോൾ തന്നെയാണ്. അതെ കോമ്പോ ചെയ്യുന്നതാണ്. ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. വിനിയുണ്ട്, വില്ലന്മാരും ഒത്തിരി ഉണ്ട്. ഉണ്ട് മൂവിയാണ്. എന്താ വെച്ചാല് ഒരു ഡ്രഗ്സിനെ ഇതിനൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു മൂവി ആയതുകൊണ്ട് അതെ ലഹരി സമുദായം മെസ്സേജ് കൊടുക്കുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ അതുകൊണ്ട് വില്ലന്മാർക്കാണ് കൂടുതൽ ഇതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കഥയുടെ ഒരു സ്ക്രിപ്റ്റിൽ അറിയണത്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. നമുക്ക് വില്ലനാകാൻ പറ്റുമെന്നുള്ളൊരു ഇതില്ല, കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നാലും കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ ഈ ലവ് സീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുള്ള് ചിരിയും സ്മൈലും മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വില്ലൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇതാവണല്ലോ. ഇല്ല ഷോർട്ട് ഫിലിം ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണിത്. ഇല്ല സ്കൂളിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ റീൽസ് തന്നെ ഉള്ളൂ, അതന്നെ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് സംഭവം. എനിക്ക് എന്താ വെച്ചാൽ ഇപ്പൊ താല്പര്യപ്പെട്ടു ഇത് ഇങ്ങനെ തുടർന്ന് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇനി വർക്ക് കിട്ടുവാണെങ്കിൽ തുടർന്ന് ചെയ്യും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ചെയ്യും, നിർബന്ധമില്ല. ഇതിൽ അതിനു വേണ്ടിട്ട് ഇങ്ങനെ ചിലപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് വർഷങ്ങള് സിനിമയ്ക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഒക്കെയാണ് കിട്ടുന്നത്. അങ്ങനെ ഉള്ളൊരു ഇതൊന്നും ഇല്ല. അതിന് വിളിക്കുകയാണെങ്കിൽ അല്ലേ? അപ്പൊ ഈ സിനിമയുടെ ലൊക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല, നല്ലൊരു ഇതായിരുന്നു. പല സ്ഥലങ്ങളിലും നല്ലൊരു ആളുകളുടെ ഒപ്പം ഉള്ളൊരു നല്ല എങ്ങനെയുണ്ടായിരുന്നു അവരായിട്ടുള്ളൊരു? എല്ലാവരും നല്ലൊരു കുടുംബം പോലെ കുഴപ്പമില്ലാണ്ട് പോരും. നല്ലൊരു ടീം വർക്കായിരുന്നു. എന്താ വെച്ചാൽ എല്ലാവരും നല്ല സഹകരണ മനോഭാവത്തോട് കൂടിയുള്ളത്. പേടിയായിരുന്നു. എന്താ വെച്ചാൽ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. പല ആളുകൾ പുതിയ ആളുകളാണ്. പക്ഷെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി മൈൻഡാണ്. ഇപ്പം മനുവേട്ടനാണെങ്കിലും നല്ല ഒരു ഡയറക്ടർ ലെവലല്ല, എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി. നമുക്ക് അധികം ഹാർഷായിട്ട് സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. നല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. ഡയലോഗ് ആണെങ്കിലും അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോയിരുന്നു. യുവാക്കൾ ഇറങ്ങാൻ പോവാണ് ഓണത്തിനോടനുബന്ധിച്ച്. അപ്പൊ എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാരും കാണുക, വിജയിപ്പിക്കുക. പിന്നെ പറഞ്ഞോ, അത്രേ ഉള്ളൂ. നല്ലൊരു മെസ്സേജാണ്. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ യുവതലമുറയുടെ ഇതിനെ കുറിച്ചിട്ട്, ഡ്രഗ്സിനെ കുറിച്ചിട്ട്. അപ്പൊ എല്ലാവരും കാണുക. അതെ അതിനെ കുറിച്ചുള്ള പ്രതികരണമാണ് സംഭവം. അപ്പൊ അത് എന്തായാലും കാണുക, വിജയിപ്പിക്കുക, നല്ല രീതിയിൽ ഇതാക്കുക. ഒരു മോട്ടിവേഷൻ ആണ് എന്തായാലും സംഭവം. അത്രയാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് രാഹുൽ, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ മൈജിയിൽ വർക്ക് ചെയ്യണേ. അതെ തൃശ്ശൂർ തന്നെ. യുവാക്കൾ മൂവിയിൽ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമില് മനുവേട്ടൻ കണ്ടിട്ട് എൻ്റെ റീൽസ് ഒക്കെ കണ്ടിട്ട് റീൽസ് ചെയ്യാറുണ്ട്. അങ്ങനെ റീൽസ് കണ്ടിട്ട് മെസ്സേജ് ആണ് എന്നെ ഒന്ന് വിളിക്കുക പറഞ്ഞിട്ട് നമ്പർ തന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു ആളെ. അപ്പോൾ കോണ്ടാക്ട് ഇങ്ങനെ ഒരു മൂവി എടുക്കുന്നുണ്ട്, അതിലേക്ക് വരാൻ പറ്റുമെന്ന്, ചെറിയ റോള് തരാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ ഷൂട്ടിങ്ങിന് വന്നു. ആള് ചെയ്തൊരു ക്യാരക്ടർ ചെയ്തു. പിന്നെ അങ്ങോട്ട് വന്നു. പിന്നെ ആള് പറഞ്ഞു നടനുള്ള രീതിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ചെറിയ റോള്, അതായത് ഷോർട്ട് ഫിലിമും ആൽബമായിട്ട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മൂവി എന്ന രീതിയിൽ നടനായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അതെ അതിന് കുറെ കാര്യങ്ങൾ ഞാൻ പോയിണ്ടായിരുന്നു. ഓഡീഷന് പോയിട്ടുണ്ട്, എറണാകുളത്ത് കുറെ ഓഡീഷന് പോയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു.
അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ യുവാക്കൾ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരാണ് നായകൻ. അതെ അതെ അതെ. നിങ്ങളാണ് ഈ സമൂഹത്തിന് എതിർക്കുന്ന ലഹരിക്കെതിരെ തീർച്ചയായിട്ടും അല്ലേ? ഞങ്ങളോട് കുറെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ഉണ്ട് ഇതുപോലെ ലഹരിക്കെതിരെ. പിന്നെ ഒരു കോളനിക്കാർ അങ്ങനത്തെ ആൾക്കാർ കുറെ ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല, കുറെ ആൾക്കാരുടെയും കൂടെ എല്ലാവരുടെയും ഞങ്ങളുടെ കൂടെ ഉള്ളവരുടെയും എല്ലാം സപ്പോർട്ട് വെച്ചിട്ടാണ് ഇത് അങ്ങനെയാണ് മൂവി പോകുന്നത്. പിന്നെ കുറച്ചും കൂടെ എന്ന് പറയുവാണെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടർ കുറച്ചും കൂടി ഇതിനകത്ത് കയറി വരുന്നുണ്ട്. കൂടുതൽ നെഗറ്റീവ് തീർച്ചയായിട്ടും അതാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഒരു നോർമലായിട്ട് പോകുന്നുള്ളൂ. എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയായിരുന്നു. ഒരു ലൊക്കേഷനൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു, നല്ല കംഫോർട്ടായിരുന്നു. അതെ അതെ, എല്ലാവരും നല്ലൊരു ഫാമിലി പോലെ അടിച്ചു പൊളിച്ച് ചെയ്തു എല്ലാവരും. അവരുടെ കൂടെ കോമ്പിനേഷൻ ഞാൻ ഉണ്ടായിരുന്നില്ല, അവരൊക്കെ ഉണ്ടായിരുന്നു. പരിചയപ്പെടാനൊക്കെ പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റി. അതെ അതെ അതെ. ഓഡിയൻസിനെ വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിനക്ക് നല്ലൊരു ഫിലിമായിരിക്കും. അതെ അതെ അതെ. ഇപ്പോ ബിഗ് ബോസിന്റെ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്ത് മൈജി വഴി. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു കാത്തിരിപ്പിലാണ്. അതെ 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 അതെ.